സാധാരണഗതിയിൽ നമ്മുടെ കോടതികൾ പൊട്ടിത്തെറിക്കാറില്ല. കോടതികളുടെ ശക്തമായ പരാമർശം, കോടതി രൂക്ഷമായി വിമർശിച്ചു എന്നൊക്കെ മാത്രമേ പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ കോടതികൾ പൊട്ടിത്തെറിച്ചാലോ? അങ്ങനെ രോമാഞ്ചം നൽകുന്ന ഒരു പൊട്ടിത്തെറിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് മധ്യപ്രദേശ് ഹൈക്കോടതിയാണ്. സോഫിയ ഖുറേഷിയെ അപമാനിച്ച മന്ത്രിക്കെതിരെ, വിജയ് ഷായ്ക്കെതിരെ അതിശക്തമായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി. ഓർക്കുക, മധ്യപ്രദേശ് ഭരിക്കുന്ന പാർട്ടി ഈ വിജയ് ഷായുടെ പാർട്ടിയാണ്, BJP ആണ്. അതുപോലും വകവയ്ക്കാതെ, ഭരണകൂടത്തെ വകവയ്ക്കാതെ കോടതി ആ നീതിയും നിയമവും ഉയർത്തിപ്പിടിച്ച് അതിശക്തമായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ആ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും കേൾക്കേണ്ടതാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ കോടതി ഇത്രയും രൂക്ഷമായ വാക്കുകൾ ആർക്കെങ്കിലും എതിരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആ വാക്ക് ഇങ്ങനെയാണ്. ആ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ട വാക്കുകളാണ്. എല്ലാവരും അത് തന്നെ ഹൈലൈറ്റ് ചെയ്ത് വരെ കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങനെ ആ രീതിയിൽ കോടതിയുടെ ഈ വിജയ് ഷായ്ക്കെതിരെ, ഈ ഷായുടെ ഈ പരാമർശങ്ങൾ, വിജയ് ഷായ്ക്കെതിരെ ശക്തമായ കേസ് എടുക്കണം. കോടതി സുവമോട്ടോ ആണ് കേസ് സ്വീകരിച്ചതെന്ന് തോന്നുന്നു. എന്നിട്ട് അടുത്ത കോടതി പറയുകയാണ്, ജസ്റ്റിസ് അതുൽ ശ്രീധരൻ, ടു എൻഫോഴ്സ് ദി ഓർഡർ ഓഫ് ദിസ് കോർട്ട് ഐ വിൽ ബ്രിങ് ഹെൽ ഡൗൺ ഇഫ് നീഡ് ബി. ഐ വിൽ ബ്രിങ് ഹെൽ ഡൗൺ. അതായത് അത് ഇംഗ്ലീഷിലെ അതിരൂക്ഷമായ ഒരു പ്രയോഗമാണ്. സമാനമായ ഒരു പ്രയോഗം മലയാളത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഐ വിൽ ബ്രിങ് ദ ഹെൽ ഡൗൺ. ഞാൻ ഈ നരകത്തെ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഈ ഉത്തരവ് ഞാൻ എൻഫോഴ്സ് ചെയ്യിക്കും. ഇന്നേക്കകം തന്നെ സോഫിയ ഖുറേഷിയെ അപമാനിച്ച വിജയ് ഷായ്ക്കെതിരെ കേസ് എടുക്കണമെന്ന് അതിശക്തമായ രീതിയിൽ പറയുകയാണ്. ഹൈക്കോടതി ജബൽപൂർ ബെഞ്ചാണ് പറഞ്ഞത്. എന്നിട്ട് ഹൈക്കോടതിയുടെ വാക്കുകളാണ്, ഇയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ലാംഗ്വേജ് ഓഫ് ദി ഗട്ടേഴ്സ്, വഴിയിലെ ഗട്ടറുകളുടെ ലാംഗ്വേജ് ആണ് ഇയാൾ ഉപയോഗിക്കുന്നത്. കേണൽ ഖുറേഷിയെ സിസ്റ്റർ ഓഫ് ദി ടെററിസ്റ്റ്സ് എന്ന് വിളിച്ചതിന് വേണ്ടിയിട്ടാണ്. ഇത് അതിശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോ മധ്യപ്രദേശ് ഹൈക്കോർട്ട് അതിശക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു, ഹിസ് കമന്റ്സ് ആർ ഡിസ്പറേജിങ്, ആർ ഡേഞ്ചറസ്. ഇയാളുടെ കമന്റ്സ് അപകടകരമാണ്, വിനാശകരമാണ്. ഇത് സോഫിയ ഖുറേഷിക്കും നമ്മുടെ ആർമിക്കും നമ്മുടെ രാജ്യത്തിനും നേരെയുള്ള ഒരു അപമാനം തന്നെയാണ്. ഹൈക്കോർട്ട് പോലീസിനോട് ഇമ്മീഡിയറ്റ്ലി FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെയ് 14 ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുത്ത പോലീസുകാരനോട്, DGPയോട് പറയുകയാണ്, ഇന്ന് വൈകിട്ടിനുള്ളിൽ നിങ്ങൾ മന്ത്രിക്കെതിരെ FIR ഫയൽ ചെയ്യില്ലെങ്കിൽ നിങ്ങൾ DGPക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കുമെന്ന്. നമുക്ക് രോമാഞ്ചവും സന്തോഷവും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യമാണ്. ആലോചിച്ച് നോക്കി, DGPയെ അതിരൂക്ഷമായ ഹൈക്കോടതി ഇന്ന് വൈകിട്ടിനുള്ളിൽ മന്ത്രിക്കെതിരെ FIR ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ പണി പോവും എന്ന് പറയുന്ന, നിങ്ങളുടെ ജോലി തെറിപ്പിക്കും എന്ന് പറയുന്ന. അപ്പോൾ ഈ വലിയ മഹാന്മാരായ ജഡ്ജിമാർ, ആ ജഡ്ജിമാർക്ക് ഏറ്റവും കൂടുതൽ പ്രണാമം അർപ്പിക്കുന്നു. 2 ജഡ്ജിമാരാണ് ഡിവിഷൻ ബെഞ്ചാണ് എടുത്തതെന്ന് തോന്നുന്നു. ജസ്റ്റിസ് അതുൽ ശ്രീധരനാണ്, അദ്ദേഹമാണ് അതിശക്തമായ ഈ രീതിയിൽ ചെയ്തത്. ബുക്ക്ഡ് അണ്ടർ സെക്ഷൻസ് 152, 196, 1B, 197, 1C ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ്. മൻപൂർ പോലീസ് പെട്ടെന്ന് കോടതിയുടെ ഈ വിരട്ടലിൽ പേടിച്ച് ഇമ്മീഡിയറ്റ്ലി തന്നെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു രാജ്യമെന്ന നിലയിൽ നമുക്കൊരു ഐക്യവും അഭിമാനവും തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉയർത്തിയ സോഫിയ ഖുറേഷിയെ അപമാനിച്ച ഈ മന്ത്രി ഇന്ത്യയുടെ മുഖമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, മിഡിൽ ഈസ്റ്റിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ. ഇന്നലെ എന്നെ ഒന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് 1-2 സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, ഈ സോഫിയ ഖുറേഷിക്കെതിരെയുള്ള ഒരു പരാമർശം ഞങ്ങളെ എല്ലാവരുടെ അപമാനം ആക്കി. ബംഗ്ലാദേശിലെ അടക്കം, പാകിസ്ഥാനിലെ അടക്കം കുറെ ആൾക്കാർ ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചു, കണ്ടില്ലേ നിങ്ങളുടെ മിനിസ്റ്റർ എന്താണ് സോഫിയ ഖുറേഷിയെ കുറിച്ച് പറയുന്നത്. ഇതേപോലുള്ള വർഗീയ വിദ്വേഷ ഭ്രാന്തന്മാർ അതിശക്തമായി ആ നടപടി നേരിടണം. അതിനെനിക്ക് വളരെ സന്തോഷവും ആനന്ദവും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യമെന്ന നിലയിൽ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികൾക്ക് വലിയ ബഹുമാനം. ഇതേപോലെ വൃത്തികെട്ട വർഗീയത, വെറുപ്പ് പറയുന്ന രാഷ്ട്രീയക്കാർ ഇല്ലാതാകട്ടെ. ലീഗലി ഇല്ലാതാകട്ടെ. അവരുടെ മനസ്സിലെ വിദ്വേഷം ഇല്ലാതാകട്ടെ. അവരുടെ കാര്യം ഇല്ലാതാകട്ടെ. ജയ് ഹിന്ദ്. ഗോഡ് ബ്ലെസ്.